ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണസദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറിയാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഉരുളിയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് 4-5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കടുകിലേക്ക് വേപ്പിൻ്റെലയും ഉണക്കമുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തേങ്ങയും കൂടെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. 3 തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 50 ആൾക്കാർക്കുള്ള ഒരു ഫുഡാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒന്ന് മൂത്ത് വരുന്നത് വരെ, ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കായും ചേനയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 10 പച്ചക്കായും ഒരു മീഡിയം സൈസ് ചേനയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കായയുടെ തോല് ഞാൻ ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിക്കാനായിട്ടുള്ള വെള്ളത്തിന് പകരം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കടല വേവിച്ചെടുത്ത വെള്ളവും പരിപ്പ് വേവിച്ചെടുത്ത വെള്ളമാണ്. അതാണ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2.5 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കഷ്ണത്തിന്മേലൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ഓരോ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് 4 കപ്പ് വെള്ളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കൂട്ടുകറി എന്ന് പറയുമ്പോൾ മധുരം ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 അച്ച് ശർക്കര ഇതിന് വേണ്ടിയിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അധികം വെള്ളം കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 4 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പ് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഉപ്പ് പാകത്തിനായോന്ന്. അത് മധുരവും ഉപ്പും കൂടെ ഒരു ബാലൻസായി നിൽക്കുന്നത് പോലത്തെയുള്ള ഒരു ടേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ എനിക്കൊരു ഉപ്പിൻ്റെ ഇത്തിരി കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടല 2 തരം കടലയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളക്കടലയും കറുത്ത കടലയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഞാൻ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്ന വരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ പരിപ്പ് നേരത്തെ തന്നെ വേവിച്ചിട്ടില്ല. വേവിക്കാത്ത പരിപ്പാണ്. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത പരിപ്പാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം പരിപ്പും കൂടെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പിന് അത്ര വേവില്ല. ഇത് ഞാൻ കടലപ്പരിപ്പല്ല എടുത്തിട്ടുള്ളത്, സാധാ പരിപ്പാണ്. അപ്പോൾ അതിന് അധികം വേവില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1.5 മുറി തേങ്ങയും അതിലേക്ക് ഒരു 2 സ്പൂണ് ജീരകം, നല്ല ജീരകം ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അധികം പേസ്റ്റ് ആവും വേണ്ട. എന്നാൽ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത തേങ്ങ നമ്മൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പില ഒന്ന് കൈയേറ്റൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒന്ന് എല്ലായിടത്തും പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ കൂട്ടുകറിയിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തേങ്ങ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള
വറുത്തെടുത്ത തേങ്ങ ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഓണസദ്യയിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളിയായിട്ടുള്ള കൂട്ടുകറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സാധാ നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ, അതും കൂടി ഇതിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ വാഴയിൽ വെച്ചിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. താങ്ക് യു.